ഹായ് ട്രേഡേഴ്സ്. അപ്പോൾ നമുക്കിന്ന് ഗോൾഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം, ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം, അതുപോലെ ലെവൽസ് നോക്കാം. ഇന്ന് ബുധനാഴ്ച. അപ്പോൾ ഇന്നലെ ഗോൾഡ് പ്രൈസ് താഴേക്ക് വന്ന് 3321 വരെ വന്നായിരുന്നു. കാരണം ഇന്നലെ CPI രണ്ടോളം ഡാറ്റകൾ മറ്റേ പോസിറ്റീവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡോളർ നന്നായിട്ടൊന്ന് ഇറങ്ങി 3321 വരെയായി. ഇപ്പോൾ അവിടെ നിന്നൊരു റീട്രേസ്മെൻ്റ് എടുത്ത് 3335 വരെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇനി അങ്ങോട്ട് ചെറിയൊരു ബുള്ളിഷ് ആണ് കാണിക്കുന്നത്. പക്ഷേ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിക്സഡ് ട്രെൻഡായിട്ട് കാണാം. അതാണ് ടെക്നിക്കൽ അനാലിസിസ് കാണിക്കുന്നത്. അതായത് മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിലും RSI നോക്കുകയാണെങ്കിലൊക്കെ അതാണ് മനസ്സിലാവുന്നത്. പിന്നെ ഡോളറിൻ്റെ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പം 0.07% നഷ്ടത്തിൽ 98.58 എന്ന് വെച്ചാൽ ഇന്നലത്തെക്കാട്ടും കുറച്ച് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂറോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ന്യൂസുകൾ നോക്കാം. വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ 4:30 അത് കോർ PPI മന്ത്ലി പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് മന്ത്ലി വരുന്നുണ്ട്. പിന്നെ PPI പിന്നെ മന്ത്ലി വരുന്നുണ്ട്. പിന്നെ UAE സമയം 6:30 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. ക്രൂഡ് ഓയിൽ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. ഇനി നമുക്ക് ലെവൽസ് നോക്കാം. ഇന്നത്തെ ഇമ്മീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 3337, 3341, 3348. വളരെ ചെറിയ മൂവ്മെൻ്റാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ട് 3328, 3326, 3322 ഇതാണ് സപ്പോർട്ട്. അതുപോലെ ഡേ ട്രേഡേഴ്സിനുള്ള ഇന്നത്തെ റെസിസ്റ്റൻസും സപ്പോർട്ട് നോക്കാം. റെസിസ്റ്റൻസ് 3348, 3367, 3385 വരെ കാണുന്നു. പിന്നെ ഡാറ്റ വന്നതിന് ശേഷം മാർക്കറ്റ് ചിലപ്പം ഡാറ്റക്കനുസരിച്ച് മുകളിലേക്കോ താഴേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡൗൺ അത് നമുക്ക് ഡാറ്റ വന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ഡാറ്റ PPI, CPI ഇതൊക്കെ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. സപ്പോർട്ട് നോക്കാം. ഡേ ട്രേഡേഴ്സിനുള്ള സപ്പോർട്ട് 3322, 3310, 3293. ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഇൻ കേസ് ഡാറ്റ പോസിറ്റീവാണ്, ഡാറ്റ മിക്കവാറും നെഗറ്റീവ് ആവാനാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ സാധ്യത. പക്ഷേ ഇൻ കേസ് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ചിലപ്പോൾ പോസിറ്റീവ് ആവാം. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കും. ഇൻ കേസ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും താഴോട്ട് ഇറങ്ങി 3293 വരെ ഒക്കെ ഇറങ്ങും. ഓക്കെ. അതേ സ്ഥാനത്ത് ഡാറ്റ പോസിറ്റീവ് ആണെങ്കിൽ 93 വീണ്ടും ചിലപ്പോൾ 3285 വരെയൊക്കെ ഇറങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഡാറ്റ നെഗറ്റീവ് ആവുകയാണെങ്കിൽ പിന്നെ 3385, അതിൽ നിന്ന് മേലോട്ട് 3300, ഇന്നലത്തെ ആ ഒരു റേഞ്ച് 3398 ഒക്കെ റേഞ്ചിൽ വരാനുള്ള സാധ്യതയും കാണാം. പക്ഷെ അത് മാർക്കറ്റിൻ്റെ വോളിയം അനുസരിച്ചിരിക്കും. അപ്പം എല്ലാവരും വോളിയം ശ്രദ്ധിക്കണം. കൂടുതൽ വോളിയം ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു ഫാക്ടറി റെക്കോർഡ് പ്രതീക്ഷിക്കാം. വോളിയം നോക്കണം. ഇത്രയാണ് ഇന്നത്തെ സ്ട്രാറ്റജി. ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജി അനലൈസും ഇത്രയാണ്. ഓക്കെ, ടേക്ക് കെയർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസ് അയച്ച് ഇടുക.
ഓക്കെ, താങ്ക് യു.